ബഹ്റൈൻ OICC സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തല മുഖ്യാതിഥിയായി. മതേതരത്തിന്റെ മഹത്തായ സന്ദേശമാണ് ഇഫ്താർ വിരുന്നുകളെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ബഹ്റൈൻ കേരളീയ സമാജത്തിലാണ് ബഹ്റൈൻ OICC സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് നടന്നത്. ഇഫ്താർ വിരുന്നുകൾ സൗഹാർദ്ദവും ഐക്യവും ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുമെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് ലഹരിയുടെ വ്യാപനമാണെന്നും ചെന്നിത്തല പറഞ്ഞു. സ്വന്തം മകൻ ലഹരിയുടെ സ്വാധീനത്തിൽ അമ്മയെ കൊല്ലുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നത് ഗുണകരമാണോ? അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് ശരിയാണോ? അപ്പം ഇതിൻ്റെ എല്ലാം പിന്നിൽ രാസലഹരികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ലഹരിയുടെ സ്വാധീനത്തെ ചെറുക്കാനും അതിനെതിരെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രചരണത്തിനും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിനും തയ്യാറാകേണ്ടതാണ് ഏറ്റവും അത്യാവശ്യമായൊരു കാര്യം. ബഹ്റൈൻ OICC ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ അധ്യക്ഷത വഹിച്ചു. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, വ്യവസായി KG ബാബുരാജൻ, ഇഫ്താർ കമ്മിറ്റി ജനറൽ കൺവീനർ സെയ്ദ് MS, OICC മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനർ രാജു കല്ലുംപുറം, KMCC പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം, ബഹ്റൈൻ കേരളീയ സമാജം സെക്രട്ടറി വർഗീസ് കാരക്കൽ, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ, IYC ചെയർമാൻ നിസാർ കുന്നംകുളത്തിൽ, IYC പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. മതപ്രഭാഷകരായ ഫക്രുദ്ദീൻ കോയാത്തങ്ങൾ, ഫാദർ ജേക്കബ് കോശി, പ്രശാന്ത് കുമാർ എന്നിവർ ആത്മീയ പ്രഭാഷണം നടത്തി. നിരവധി പേർ ഇഫ്താർ സംഗമത്തിൽ സംബന്ധിച്ചു. അതേസമയം രമേശ് ചെന്നിത്തല മുഖ്യാതിഥിയായി സംബന്ധിച്ച ബഹ്റൈനിലെയും UAEയിലെയും 2 ഇഫ്താർ വിരുന്നുകളിലും കേരളത്തിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുമെന്ന സൂചനകളാണ് അദ്ദേഹം നൽകിയത്. ജയ്ഹിന്ദ് ന്യൂസ്, ബഹ്റൈൻ.